തിരുവനന്തപുരം കണിയാപുരത്ത് ആളില്ലാത്ത വീട്ടിൽ കവർച്ച 12 പവൻ സ്വർണം കവർന്നു. കണിയാപുരം നമ്പ്യാർകുളത്ത് സാഫല്യം വീട്ടിൽ മുഹമ്മദ് താഹിറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. വീടിന്റെ പിൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാക്കൾ അകത്തുകയറിയത്. പ്രദേശത്തെ CCTV-കൾ കേന്ദ്രീകരിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മംഗലാപുരം പോലീസ്. MG പ്രദേശ് ചേരുന്നു. പ്രദേശ് CCTV-കളിൽ നിന്ന് മോഷ്ടാക്കളെ കുറിച്ചുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ? തിരുവനന്തപുരം കണിയാപുരത്താണ് ആളില്ലാത്ത വീട്ടിൽ കവർച്ച നടന്നത്. 12 പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായാണ് ഇപ്പോൾ വീട്ടുടമസ്ഥർ അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാവിലെയോടുകൂടി ഈ വീട്ടിലുള്ളവർ ആലുവയിൽ പോയിരുന്നു. അവിടെ പോയി തിരികെ വീട്ടിലെത്തുമ്പോഴാണ് ഈ കവർച്ച ശ്രദ്ധയിൽപ്പെട്ടത്. ഈ 4 മുറികളിലായി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടാക്കൾ കവർന്നിട്ടുള്ളത്. പുറകുവശത്തെ വാതിൽ പൊളിച്ചാണ് ഈ മോഷ്ടാക്കൾ അകത്ത് കടക്കുകയും ഈ മോഷണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ പോലീസും ഫോറൻസിക് വിദഗ്ധരും ഈ വീട്ടിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. സമീപത്തെ CCTV-കൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ മംഗലാപുരം പോലീസ് അന്വേഷണം നടത്തുന്നത്. വൈകാതെ തന്നെ പ്രതികളെ പിടികൂടാൻ കഴിയുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സ്വർണ്ണാഭരണങ്ങൾക്ക് ഒപ്പമുണ്ടായിരുന്ന ഒരു വാച്ച് തൊട്ടപ്പുറത്തെ ഒരു വീട്ടിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല ഈ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു. അത് അവിടെ ഉപേക്ഷിച്ച ശേഷമാണ് ഈ മോഷ്ടാക്കൾ മടങ്ങിയിട്ടുള്ളത്. എന്തായാലും വൈകാതെ തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നതാണ് നിലവിൽ പോലീസ് അറിയിക്കുന്നത്. പ്രതീഷ്, ഇത് ആളില്ലാത്ത വീടാണെന്ന് അറിയുന്ന ഒരു മോഷ്ടാവ് തന്നെയാണെന്നാണോ സംശയിക്കുന്നത്? അത്തരം സൂചനകളുണ്ടോ? റോഷി, തീർച്ചയായും. കാരണം ഇന്നലെ രാവിലെയാണ് ഈ വീട്ടിലുള്ളവർ ആലുവയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ ആളില്ല എന്ന് ബോധ്യപ്പെട്ടവർ തന്നെയായിരിക്കും കവർച്ച നടത്തിയിട്ടുള്ളത്. കാരണം നേരത്തെ ഏതെങ്കിലും തരത്തിൽ അവർ നിരീക്ഷിച്ച് വരികയും പിന്നീട് ആ വീട്ടിൽ നിന്ന് ആളുകൾ മാറുന്ന സമയത്ത് ആ കവർച്ചയ്ക്ക് തിരഞ്ഞെടുക്കുകയുമായിരുന്നു എന്നുള്ള പ്രാഥമിക നിഗമനം തന്നെയാണ് ഇപ്പോൾ പോലീസിനുള്ളത്. നിലവിൽ ഇപ്പോൾ പ്രാഥമിക പരിശോധനയിൽ 12 പവനോളം ആഭരണങ്ങൾ നഷ്ടപ്പെട്ടു എന്നതാണ് ഇപ്പോൾ പറയുന്നത്. ഈ അലമാരയിലായിരുന്നു ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നത്. പുറകുവശത്തെ വാതിൽ തകർത്ത ശേഷം ഈ മുറിയിലെത്തുകയും അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ കവരുകയുമായിരുന്നു. എന്തായാലും ഈ ബന്ധുക്കൾ ഈ വീട്ടിലുള്ളവരിൽ നിന്നടക്കം പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്. അവരുടെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് സംശയമുണ്ടെങ്കിൽ അതുൾപ്പെടെ പരിശോധിച്ചായിരിക്കും അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുക. ശരി, പ്രതീഷാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ.